ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് അവരെല്ലാവരും അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നതിന് ശേഷം ചന്ദ്രയാണെങ്കിൽ നമ്മുടെ രേവതിയോട് വലിയ അധികാരത്തോടും അഹങ്കാരത്തോടും കൂടിയൊക്കെ അവളുടെ പഴയ സ്വഭാവം എടുത്തു തുടങ്ങി. ഇത്രയും നാളും അച്ഛമ്മയുടെ മുന്നിലായതുകൊണ്ട് രേവതി ഒന്നും പറയാൻ പറ്റാത്തതിലൊക്കെ തീർക്കുന്നുണ്ട്. നീ എന്തായാലും ആ കട ഇപ്പം തുറക്കാനൊന്നും പോകണ്ട, പിന്നെ വലിയ വരുമാനമല്ലേ ആ കടയിൽ നിന്ന് കിട്ടുന്നത്, വലിയ അന്തസ്സാണല്ലോ ആ കട, അവിടെ ഉള്ളത് തന്നെ വലിയ അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും എൻ്റെ പേരിൽ നീ എല്ലാവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി, എല്ലാവർക്കും അവരുടേതായ ജോലികളുണ്ട്, അവർക്ക് അതിനൊക്കെ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട്. അതിനുശേഷം രേവതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ഇളേശം വന്നിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തന്നെയല്ല ആൾ വന്നത്, വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ ശ്രുതിക്കാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് സമ്മാനമായി കൊടുത്തല്ലോ. ഇനിയിപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മൾ വർഷയുടെ വീട്ടിൽ നിന്നായാലും നല്ല സഹായങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ വേറെ വലിഞ്ഞു കയറി ഓരോരുത്തർ വന്നിട്ടുണ്ട്, അവരെ വീട്ടിൽ നിന്ന് മാത്രം ഒന്നുമില്ലാത്ത എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതിയെ. രേവതിയാണെങ്കിൽ കേട്ട ഭാഗം പോലും നടിക്കാതെ അങ്ങനെ വേഗ അടുക്കളയിലേക്കൊക്കെ പോയി അവർക്ക് വേണ്ട ഭക്ഷണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, ആ ആൻറ്റി അവിടേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്ര വിളിച്ചു വരുത്തിയതാണ്. എന്താടി വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട് പറയാനായിട്ട്, എന്തായാലും വാ നമുക്ക് ഒരു റൂമിൽ പോയിട്ടിരുന്ന് സംസാരിക്കാമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഹാളിൽ, ആ ഒരു ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ. അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ വർഷയുടെ റൂമിലേക്ക് പോയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച പെട്ടെന്ന് വർഷ ഇവരെ കണ്ടില്ല. പെട്ടെന്ന് വർഷ ഡ്രസ്സ് മാറാമെന്നുള്ള രീതിയിൽ തിരക്കിട്ടിട്ട് ആ ഡോറ് ഇവരുടെ മുഖത്ത് നോക്കി അടച്ച പോലെ ഇങ്ങനെ തോന്നുകയാണ്. പെട്ടെന്ന് വർഷയ്ക്ക് ഇങ്ങനെ ഒരു ആരോ പുറത്തുള്ള പോലെ തോന്നിട്ട് വാതിൽ വീണ്ടും തുറക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നോ, അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. മോള് ഞങ്ങളെ മുഖത്ത് നോക്കി വാതിലടച്ചപ്പോൾ എന്തോ ഒരു പോലെ തോന്നിയെന്ന് പറയുന്നുണ്ട്. അയ്യോ ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടായിരുന്നു, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ മോള് മാറിക്കോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുകയാണ്. അപ്പോൾ ആ റൂം അവർക്ക് സംസാരിക്കാൻ കിട്ടിയില്ല. അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെയും റൂമിലേക്കാണ്. അങ്ങനെ അവിടെയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ബെഡിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ ഇങ്ങനെ കിടക്കാനാണോ ഭാവം, നീ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയാണ്. എല്ലാവർക്കും ഉണ്ട് ക്ഷീണം, ഞങ്ങളെല്ലാവരും അവിടെ നിന്നല്ലേ വന്നത്, ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിന്നോട് ആരാ പോകാൻ പറഞ്ഞത്, നിനക്കിവിടെ റെസ്റ്റ് എടുത്തൂടെ എന്ന് ശ്രുതി തിരികെ ചോദിക്കുന്നുണ്ട് ശ്രുതിയോടായിട്ട്. ഇതാ നിന്നോട് ഞാൻ പറഞ്ഞത്, നീ ഒരിക്കലും നന്നാവില്ല, നീ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം, ഒരു ജോലി നേടേണ്ടത് നമ്മുടെ അത്യാവശ്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതി പൊട്ടിത്തെറിക്കുകയാണ്. അത് നമ്മുടെ ഭാമയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്ര അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പറയാണ്, എന്താടി അവിടെ ഭയങ്കര ബഹളമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്നതെന്നും പറഞ്ഞിട്ട്, എന്നാൽ ഈ റൂം പറ്റില്ല വാ എന്നും പറഞ്ഞ് അടുത്ത റൂമിലേക്ക് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകാം. അപ്പോൾ വേറെ ഏത് റൂമാണ്, നമ്മുടെ സച്ചിയുടെ റൂമാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ അവിടെ നിലത്തിങ്ങനെ പാവിരിച്ചൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് നിലത്ത്. അപ്പോൾ ആ സമയത്ത് ഡോറ് തുറക്കണം ഒച്ച വെക്കുമ്പോൾ സച്ചി എഴുന്നേറ്റിട്ട് എന്ത് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് തനിയെ സംസാരിക്കണം എന്ന് പറയാണ്. സംസാരിച്ചോ, എന്നാൽ ഡോക്ടർ അരികിലേക്ക് പൊക്കോ എന്ന് പറയാണ്. അതല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ തനിയെ സംസാരിക്കണം, നിങ്ങൾ സംസാരിച്ചോ ഞാൻ അവിടെ കിടക്കുമെന്ന് പറയാണ്. അപ്പം അത് പറ്റില്ല, എന്താ അത്ര വല്ലാണ്ട് രഹസ്യം വല്ലതും പറയാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭാമ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെയും പറ്റാതെ ആകുമ്പോൾ നേരെ വാ നമുക്ക് മുകളിൽ പോയിട്ട് സംസാരിക്കാം, ടെറസിൽ പോയിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ഭാമയെയും വിളിച്ച് ചന്ദ്ര മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാമ വന്ന സമയത്ത് ചന്ദ്ര രേവതിയോട് ചായ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാം ആൻറ്റി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ മുകളിൽ നിന്ന് സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, കണ്ടില്ലേ നീ ഇവിടുത്തെ അവസ്ഥ, റൂമില്ല, ഞങ്ങൾക്ക് കിടക്കാൻ റൂമില്ല, അദ്ദേഹം കിടക്കുന്നത് നോക്കിയ ഹോളിലാണ്, ഞങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഭാമ പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഒരു റൂം പണി പുതിയതായിട്ട് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറയാണ്. അപ്പം പിന്നെ എന്താ പ്രശ്നം, എല്ലാവരും ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകില്ലേ, നല്ല സന്തോഷത്തോടു കൂടി. എനിക്ക് ഇവിടേക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്, നിന്റെ മക്കളും മരുമക്കളും എല്ലാവരും ഒന്നിച്ച്. എനിക്ക് ആകെ ഒരു മകനുണ്ടായിരുന്നത്, അത് ആ പെണ്ണിൻ്റെ മരുമകളുടെ വാക്കും കേട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയി, ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ആ രേവതിയെയും സച്ചിയെയും കൊണ്ടുപോക്കോ, നീ എന്നിട്ട് നിന്റെ വീട്ടിൽ താമസിപ്പിച്ചു എന്നിങ്ങനെ ചന്ദ്ര പറയാണ്. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തിനാ എന്നെ വഴക്ക് പറയാണ്, നിന്റെ മോനെ എന്നെ ഏത് നേരം വഴക്ക് പറയാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ
ഇനിയിപ്പോൾ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ പെണ്ണ് അവിടെ ഒരു കട വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്താ കാര്യം, എൻ്റെ പേരിലൊരു കട, എനിക്ക് നാണക്കേടായിട്ട് പാടില്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് രേവതി ചായയുമായിട്ട് വരുന്നത്. അങ്ങനെ രേവതി ചായയുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് അവളിങ്ങനെ വന്നതാണ് കേട്ടോ, അല്ലാതെ ഇവരെ സംസാരിക്കണം ഒളിഞ്ഞൊന്ന് കേട്ടതൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ നോക്കുമ്പോൾ രേവതി വരുന്നതാണ് കാണുന്നത്. എന്താ നീ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി നിൽക്കുന്നത്, ഞങ്ങൾ പറയുന്ന രഹസ്യം കേൾക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അടുത്തേക്ക് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല, ഞാൻ രഹസ്യം കേൾക്കാൻ വന്നതല്ല ഒന്നുമല്ല, ചായ ചോദിച്ചപ്പോൾ ചായ കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭാമയുടെ കയ്യിൽ ആ ചായക്കപ്പ് രേവതി കൊടുത്തിട്ട് രേവതി അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. രേവതി പോകുമ്പോൾ ഒന്ന് കണ്ണു തുറപ്പിച്ച് കാണിക്കുന്നുണ്ട് ചന്ദ്രയെ. അങ്ങനെ ആ ചായ കുടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ എല്ലാം കയ്യിലൊതുക്കിയ പോലെയാണ്, എന്ത് ചായയുടെ കാര്യമാണോ നീ ചോദിച്ചത് എന്നിങ്ങനെ പറയുന്നു. നിന്നോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എന്തായാലും ഇപ്പോൾ ശ്രുതിയുടെ ഇളയശം വന്ന് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളിൽ തന്നെ ശ്രുതിയുടെ അച്ഛനും വരും. അപ്പോൾ ഈ വീടുണ്ടല്ലോ, ആ വീട് നല്ല രീതിയിൽ ഒരു റൂം ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, അതൊക്കെ അപ്പം തീർക്കണം. അടിപൊളിയായിട്ട് വീടൊക്കെ പണി നടക്കണം. ഒരു 3 നില വീടെങ്കിലും ആയിരിക്കണം. പിന്നെ ഒരു 5-6 ബെഡ്റൂമും ഒക്കെ പണിയണം. പിന്നെ ഇവിടെയാണെങ്കിലോ ഇവിടെ വലിയൊരു ഡൈനിങ് ഹാള് വേണം. പിന്നെ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലോ അവിടെ സിനിമ ഒക്കെ കാണാൻ വേണ്ടി എല്ലാവർക്കും പറ്റിയൊരു ഒരു റൂമായിരിക്കണം. പിന്നെ ഇവിടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ മക്കളുണ്ടല്ലോ, അവർക്ക് കളിച്ച് വളരാൻ ഒരു ചെറിയൊരു പ്ലേ റൂം പോലെയൊക്കെ പണിയണം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അത് ശരി, അങ്ങനെയാണോ നിന്റെ തീരുമാനം, അപ്പോൾ എനിക്കും വേണം സ്വന്തമായിട്ടൊരു മുറി എന്ന് ചന്ദ്രൻ ഇങ്ങനെ പറയുന്നു. അതൊക്കെ ഉടനെ നടക്കും. അപ്പോൾ പറയാണ്, അപ്പം നമ്മുടെ ഭാമ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരേടി, ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല, നീ നോക്കിക്കോ എല്ലാം നടക്കും എന്നിങ്ങനെ ഭാമയോട് ചന്ദ്ര മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഭാമ ചോദിക്കണം, അല്ല ഈ മുകളിലൊക്കെ കയറി പോകണമെങ്കിൽ നീ സ്റ്റെപ്പ് കയറി വയ്യാതാവില്ലടി എന്ന് ചോദിക്കുകയാണ് ചന്ദ്രയോട്. എന്തിനാ വയ്യാതാകുന്നത്, അതിനല്ലേ ലിഫ്റ്റ് വെക്കണം വീട്ടിൽ എന്ന് പറയാണ്. അത് ശരി അങ്ങനെ എന്ന് പറഞ്ഞിട്ട്, പിന്നല്ല വലിയ വലിയ വീടുകളിൽ ഇപ്പം അങ്ങനെയൊക്കെയാണ്, ലിഫ്റ്റൊക്കെയാണുള്ളത്. പിന്നെ ശ്രുതിക്കും ശ്രീകാന്തിന് വർഷയ്ക്കൊക്കെ കാറ് വാങ്ങിക്കും, അവർക്കൊക്കെ അതിനുള്ള സാമ്പത്തികമുണ്ട്. അപ്പോൾ അവരുടെ കാറൊക്കെ ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയുണ്ടല്ലോ, ശ്രുതി മീരയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ നാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ബീരാൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒരു തലവേദനയായിരുന്നു, എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്, അങ്ങനെ അയാൾ കള്ളു കുടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എന്താ രക്ഷപ്പെടാനൊരു മാർഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മീര പറയാണ്, അതെ നിനക്ക് ഇത് അധിക കാലമൊന്നും മൂടി വെക്കാൻ സാധിക്കില്ല. ഒരു ഗർഭിണിയായൊരു പെണ്ണ് അത് ഗർഭിണിയല്ല എന്ന് എത്ര കാലം പറഞ്ഞു നടക്കും, അതെന്തായാലും പുറത്തു വരും ആ രഹസ്യം. അതുപോലെ തന്നെയാണ് പല രഹസ്യങ്ങളും, നിനക്ക് ഈ രഹസ്യം അധികം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ശ്രുതി. അപ്പം അത് ഞാൻ എന്താ വേണ്ടതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ നല്ല രീതിയിൽ ഇരിക്കുമ്പോഴും ശ്രുതിയോട് ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയുമെന്ന് പറയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, കാരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ആ വർഷയൊക്കെ നല്ല കഴിവുള്ള വീട്ടിലെ കുട്ടിയാണ്, അവളെയൊക്കെ ഇപ്പൊ അവളെയാണ് ഇപ്പൊ തലയിൽ വെച്ച് നടക്കുന്നത് ആന്റി. ഇപ്പം ഞാനെങ്ങനെ ഇപ്പോൾ തീരെ കഴിവില്ലാത്ത വീട്ടിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ രേവതി ഇപ്പൊ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനേക്കാളും കഷ്ടത്തിലായിരിക്കും എൻ്റെ ജീവിതം ഇനി ഉണ്ടാവാൻ പോകുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീരാൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ശ്രുതിമോൾ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ബീരാനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു കൂട്ടി, എൻ്റെ ആക്ടിംഗ് ഒക്കെ സൂപ്പർ അല്ലേ ആയിരുന്നത്, എന്താ ഈ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടോ, എനിക്ക് എന്തായാലും അടുത്ത പടം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് കള്ളൊക്കെ കുടിച്ചത്, അവിടെ കള്ളൊക്കെ കുടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ ഇവിടെ നിന്ന് പോകുമ്പോൾ മദ്യപിക്കരുത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് മീര ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബീരാൻ പറയാണ്, അയ്യോ അങ്ങനെ ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല, പക്ഷെ അത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയതാണ്, അതുകൊണ്ട് ഞാൻ കുടിച്ചു പോയതാണ്, അതിനിപ്പോൾ എന്താ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പോരാഞ്ഞ് ശ്രുതിയും കള്ളു കുടിക്കുകയും ചെയ്ത് ഇവരെ കൂടെ ഇരുന്നിട്ട് എന്ന് പറയുമ്പം അതിൻ്റെ തലവേദന ഒന്നും അവന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ആ സമയത്ത് അത് കുഴപ്പമില്ല, തലവേദന വിട്ടുമാറ്റില്ലെങ്കിൽ ഒരു തുള്ളിയും കൂടി അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് കൊടുത്താൽ മതി, അത് ശരിയായിക്കോളും എന്ന് പറയാം. കണ്ട ഇയാളെ സംസാരം കേട്ടില്ലേ, ഇയാൾ എല്ലാത്തിനും എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ല ഇപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നീ കറക്കി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറച്ചൊക്കെ അവിടേക്ക് കൊടുത്തില്ല. എന്നാൽ ശരി നിങ്ങൾ പൊക്കോ, അല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണട്ടോ, 3 മാസം കഴിയുമ്പോൾ ഇനിയും ഉണ്ടാവല്ലോ റോള്, ശ്രുതിമോളുടെ അച്ഛനെയും കൊണ്ട് വരണമെന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു റോളും കൂടി തരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ നിന്നും പോകുന്നത് ബീരാനും.
അങ്ങനെ എന്തായാലും ശ്രുതി അവിടെ നിന്ന് വേഗം തൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും അടുത്ത ഭാഗം എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാട്ടോ. നമ്മുടെ ഈ ശ്രുതി ആ ബ്യൂട്ടി പാർലർ ശ്രുതിയുടെ സ്വന്തമല്ലെന്നും അതുപോലെ തന്നെ അവിടെ നിന്നും അമ്മയുടെ പേര് മാറ്റി എന്ന സത്യങ്ങളൊക്കെ തന്നെ സച്ചി തിരിച്ചറിയുന്ന ഭാഗമാണ് എന്തായാലും അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും കൊടുക്കാൻ മറക്കല്ലേ. ബൈ, താങ്ക്